രാവിലെ ഏട്ടൻ വന്ന് വിഷയമ്പോഴാണ് ഇന്ന് വാലന്റൈൻസ് ഡേ ആണെന്ന് ഓർക്കുന്നത്. എന്താ ഇപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാന്ന് ആലോചിച്ചപ്പോൾ കയ്യിലുള്ള ആക്രികളൊക്കെ തപ്പി പെറുക്കാൻ തുടങ്ങി. വീടിടയ്ക്കൊന്ന് മാറിയോണ്ട് കയ്യിലാണ് വലിയ ആക്രി ഐറ്റംസ് ഒന്നും ഇല്ലാതാനും. അങ്ങനെ എൻ്റെ ആക്രിക്കൂട്ടത്തിൽ നിന്ന് കുറച്ച് ബ്രഷ് കിട്ടി, കളർ കിട്ടി, പിന്നെ കുറച്ച് തെർമോക്കോൾ ബബിൾസ് കിട്ടി, പിന്നെ കട്ട് ചെയ്ത് വെച്ച ബാലൻസ് ഒരു ഷീറ്റ് പേപ്പർ കിട്ടി, പിന്നെ ഒരു റെഡ് ഷീറ്റ് പേപ്പർ കിട്ടി. അതിനിടയ്ക്കാണ് ഞാൻ പണ്ട് എന്തോ വരച്ച് കളിച്ച് ഈ ടിഷ്യൂ പേപ്പർ ഇതിനിടയ്ക്ക് കാണുന്നത്. അപ്പോൾ എനിക്ക് ഒരു ഐഡിയ തോന്നി. അങ്ങനെ നമ്മുടെ ആക്രിക്കൂട്ടത്തിൽ നിന്ന് അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഐഡിയയും കിട്ടി. അങ്ങനെ നുള്ളിപ്പറക്കി വന്നപ്പോൾ മൊത്തം ഇത്ര ഐറ്റംസ് കിട്ടി. പിന്നെ ഞങ്ങളുടെ ഒരു കല്യാണ ഫോട്ടോയും കിട്ടി. ഇനി നമുക്ക് പണി തുടങ്ങാം. പക്ഷെ പണി കിട്ടി. എന്തോ പോയി അണ്ണനെ പോലെ ഞാനീ ഇരിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? സ്കെയിലില്ല. ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച ഐറ്റത്തിന് സ്കെയിൽ ഇല്ലാണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പം എന്താ ചെയ്യുക? തൽക്കാലം ഞാൻ ആ പേപ്പർ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ടിഷ്യൂ പേപ്പറിൽ എൻ്റെ വരയും കുറിയും പരിപാടികൾ തുടങ്ങി. അതങ്ങനെ ടിഷ്യൂ പേപ്പറിനെ ഞാൻ ഇങ്ങനെയൊക്കെ എടുത്തു. ഇനി നമ്മുടെ അംഗം തുടങ്ങാം. സ്കെയിലില്ലെങ്കിലും വെച്ച കാലം എന്തായാലും പിന്നോട്ടില്ല. എന്നോടാ കളി. ഞാൻ നമ്മുടെ ഫോട്ടോ എടുത്ത് 4 സൈഡിലും വരച്ചിട്ട് ഒരു റെക്റ്റാങ്കിൾ ഒക്കെ പോലെ ആക്കി, എന്നിട്ട് അതിൻ്റെ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് മടക്കിയൊക്കെ എടുത്ത്, പിന്നെ സ്കെയിലിൽ ഒരു പേന വെച്ച് ലൈൻ ചെയ്ത് വരച്ച് കട്ട് ചെയ്തെടുത്തു. പിന്നെ അതിനുള്ളിൽ ഫോട്ടോയും കൂടി വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുത്തപ്പോൾ ഇതുപോലായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതൊരു ഇത്തിരി വലിയ പണിയായിരുന്നു ഈ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കല്. ടിഷ്യൂ പേപ്പർ സാധാരണ പുള്ളിയല്ല കേട്ടാ. നമ്മൾ സാധാരണ പേപ്പറിനോട് കാണിക്കുന്ന പരാക്രമമൊന്നും ടിഷ്യൂ പേപ്പറിനോട് കാണിക്കാൻ പറ്റില്ല. ടിഷ്യൂ പേപ്പറിൽ ഒരു പോറൽ പോലും പറ്റാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമായി പോയത് കൊണ്ടും ഇത്തിരി പ്രയാസപ്പെട്ടു. ഇനി ഇത് കുറച്ച് നേരം ഉണക്കാൻ വെക്കാം. ഇനിയിപ്പം നമുക്കൊരു പണിയുണ്ട്. ഒരു സ്റ്റിക്ക് എടുത്തിട്ട് അതിൽ കുറച്ച് ഗ്രീൻ പേപ്പർ ഒന്ന് ചുറ്റി വെച്ചിട്ട് അതിൽ കുറച്ച് കമ്പിയൊക്കെ അറ്റാച്ച് ചെയ്ത് ഗ്രീൻ പേപ്പറൊക്കെ വെച്ചൊന്ന് റാപ്പ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് കുറച്ച് തെർമോക്കോൾ ബബിൾസ് കുത്തിവെച്ച് മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ ക്രിസ്മസ് പപ്പയുടെ ക്യാപ്പ് എടുത്തിട്ട് ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചു. പിന്നെ അതിൽ കുറച്ച് പഞ്ഞിയൊക്കെ കയറ്റിയിട്ട് അങ്ങനെ 4 ഹാർട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടു. പിന്നെ ഗ്രീൻ പേപ്പർ ചുറ്റിയ സ്റ്റിക്കിൽ കമ്പരട്ടിയിട്ട് അതിലോട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചു. അങ്ങനെ നമ്മുടെ ഹാർട്ട് ബൊക്കയുടെ ഏകദേശം പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏതൊരു റാപ്പറിനകത്തോട്ട് വെക്കണം. അതിന് ഞാൻ അന്വേഷിച്ച് നടന്നിട്ടൊന്നും കിട്ടി. ലാസ്റ്റ് എന്തോ വാങ്ങിക്കൊണ്ട് വന്നിരുന്ന ഒരു വൈറ്റ് പാക്കറ്റ് കിട്ടി. ഞാൻ പിന്നെ അത് എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് ഞാനത് വേറൊരു സ്റ്റൈലിൽ റാപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബോക്സിൽ റെഡ് കളറൊക്കെ കൊടുത്ത് ഞാൻ നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വേണ്ടത് അങ്ങനെ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് റെഡി ആയിട്ടുണ്ട്. വലിയ മാച്ച് സ്റ്റിക്കിൻ്റെ കവറൊക്കെ ആയിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ സാധാരണ തീപ്പെട്ടിക്കൊള്ളിയുടെ ഒരു സംഭവമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തത് ഏട്ടൻ എത്തിയപ്പോഴത്തേക്ക് സർപ്രൈസ് ആയിട്ട് ഇത് പാക്കിൽ വെച്ചിട്ട് ഇങ്ങനെ ഡോറ് തുറന്നപ്പോഴേ ഞാൻ ഇങ്ങനെ കൊടുക്കാനായിട്ട് ഭാവിച്ചു. പക്ഷേ ആൾ കണ്ടപ്പോഴേ ഓടിക്കളഞ്ഞു. ഓടിയത് വേറൊന്നും കണ്ടല്ല. ആൾ ആദ്യമേ ക്യാമറ അവിടെ വെച്ചിരിക്കുന്നത് കണ്ടു. ക്യാമറ കണ്ടുകൊണ്ടാണ് ഓടിപ്പോയത്. ഇത് ഞാൻ ഒളിക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാനുള്ള പ്ലാൻ ആയിരുന്നു. പക്ഷേ പണി പാളി. ആൾ വന്നപ്പോൾ തന്നെ ക്യാമറ കണ്ടു. അങ്ങനെ ഏട്ടൻ ഫയർ കാർഡ് എടുത്ത് കത്തിച്ചു. ഞാൻ 2 തീപ്പെട്ടിക്കുള്ളി വെച്ചിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് ഒന്ന് കത്തിയില്ലെങ്കിൽ അടുത്തത് ആ സമയത്ത് തന്നെ ഉപയോഗിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണല്ലോ. എൻ്റെ അപ്പോൾ പോയി കഴിഞ്ഞാൽ ഒരു സർപ്രൈസിന് ഇതങ്ങ് പോകില്ലേ. സോ അങ്ങനെ ഏട്ടൻ അത് കത്തിച്ചു. ആൾക്ക് സത്യം പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആളുടെ ഫേസ് കാണുമ്പോൾ അറിയാൻ പറ്റും. ചിമ്മന് മുഖത്ത് ആ ഹാപ്പിനെസ് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര എക്സൈറ്റഡ് ആയി. നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് ആ സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്ര ഫോട്ടോ വേണമെങ്കിലും ഇടുന്നത്. ഏട്ടൻ എനിക്കാണ് ഗിഫ്റ്റ് എഴുതിയിരുന്നു. എൻ്റെ ഫേവറേറ്റ് ഗാലക്സി ചിക്കൻ ബക്കോൺ, പിന്നെ മൈ ഫേവറേറ്റ് ബർഗർ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതൊരു അടിപൊളിയായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ മേക്കിംഗ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം.